ഈ അടുത്തിടയ്ക്ക് ഞാനൊരു ഞെട്ടിക്കുന്ന വാർത്ത കേട്ടു. അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കേരളത്തില് ദിനം പ്രതി ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ വർഷവും കഴിഞ്ഞ 4 വർഷങ്ങളിലായിട്ട് ഓരോ വർഷവും 10,000-നും ഒരു 10,800-നും ഇടയിൽ ആൾക്കാർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കിപ്പോ നിസ്സാരമായിട്ട് തോന്നിയില്ല അത്രയൊക്കെ ആൾക്കാർ ഒരു വർഷത്തിലല്ലേ മരിക്കുന്നതെന്നുള്ളത്? അതിന്റെ അർത്ഥം അതല്ല. ഒരു ദിവസം 25ഓളം ആൾക്കാര് കേരളത്തില് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം. അതായത് ഈ മണിക്കൂർ, ഒരു മണിക്കൂറിൽ ഒരാള് വെച്ച് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സംസാരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഒരാള് ഓൾറെഡി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞ് വരാൻ പോകുന്ന അടുത്ത മണിക്കൂറിൽ എവിടെയോ കേരളത്തിൽ ഒരാള് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേരളത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഡിവോഴ്സ് ആയവര് അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ മരണപ്പെട്ടവര് ഇവർക്കൊക്കെ ആയിരിക്കാം മാനസിക ബുദ്ധിമുട്ടൊക്കെ വന്ന് അവര് ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ്. പക്ഷെ ഇങ്ങനെയുള്ളവരിൽ ആത്മഹത്യ ഒരു 1-2% ഒക്കെ പേരെ ആത്മഹത്യ ചെയ്യുന്നവരുള്ളൂ. നമ്മുടെ ഒരു കണക്കെടുത്താൽ ഒരു 100 പേര് ആത്മഹത്യ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിൽ 75 പേരോളം വിവാഹം കഴിഞ്ഞ പുരുഷന്മാരോ സ്ത്രീകളോ ആണെന്നാണ് പറയുന്നത്. ഇതിൽ തന്നെ പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നത്. ഇതിന് ഈ ആത്മഹത്യ ചെയ്യുന്നവരുടെ പ്രായം വെച്ച് നോക്കുവാണെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞവര്, അതുപോലെ 45-നും 60-നും വയസ്സിനിടയിലുള്ളവര്, ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ. കണക്കുകൾ നോക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ അവരാണ് വരുന്നത്. അതിന് തൊട്ടു പുറകെ ഒരു 4-5% വ്യത്യാസത്തില് ഈ 30-നും 45-നും ഇടയിലുള്ളവരും അതിന്റെ താഴെ തന്നെ ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ വരുന്നുണ്ട്. ഈ കേരളത്തിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നവരുടെ കാരണങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പം പലർക്കും മനസ്സിലാക്കാൻ പറ്റിയത്, കൂടുതലും പ്രായമായവരിൽ ഈ അവരുടെ ഫിസിക്കൽ പ്രോബ്ലംസ്, അതുപോലെ തന്നെ കുടുംബ പ്രശ്നം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ വരും. അതുപോലെ ജോബ് ഇല്ലായ്മ, പഠിച്ചതിനനുസരിച്ചുള്ള ജോലി കിട്ടായ്മ, സാമ്പത്തിക ബുദ്ധിമുട്ട്. ഒരു കുടുംബം നടത്തിക്കൊണ്ടുവരാൻ പലപ്പോഴും പുരുഷന്മാര് പാടുപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ പ്രായമായവർക്ക് അസുഖം വന്ന് അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരാറുണ്ട്. പിന്നെ ഇതിന് ശേഷമുള്ളത് മെന്റലും സൈക്കോളജിക്കൽ പ്രോബ്ലംസും ഒക്കെയാണ്. അതിങ്ങനെ സാമ്പത്തിക ഭദ്രത ഇല്ലാതായി എല്ലാം ബുദ്ധിമുട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ആൾക്കാർ സ്വതവേ മെന്റൽ പ്രോബ്ലത്തിലേക്ക് മാറാം. കാരണം അതാണല്ലോ അതിലേക്ക് നയിക്കുന്ന ഒരു ഘടകമാണല്ലോ അത്. പിന്നെ ഉള്ളത് മയക്കുമരുന്നിന്റെ അമിത ഉപയോഗം. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാരണങ്ങൾ പറയുന്നത്. ഇനി 18-നും 30-നും വയസ്സിലിടയിലുള്ളവരുടെയൊക്കെ പ്രധാന കാരണമായിട്ട് പറയുന്നത്, അവർ ആത്മഹത്യ ചെയ്യാൻ പ്രധാനമായിട്ട് എടുക്കുന്ന കാരണങ്ങള് ബ്രേക്കപ്പുകള്, സോഷ്യൽ മീഡിയ എക്സ്പോഷർ. ബ്രേക്കപ്പ് എന്ന് പറയുമ്പം അവരുടെ ഇടയിലും ആൺകുട്ടികളാണ് കൂടുതലും സൂയിസൈഡ് തിരഞ്ഞെടുക്കുന്നത്. പലപ്പോഴും പെൺകുട്ടികൾ ബ്രേക്കപ്പിനെയൊക്കെ ഈസി ആയിട്ട് തരണം ചെയ്തു പോകാറുണ്ട്. അവർ ആരോടെങ്കിലുമൊക്കെ സംസാരിച്ചോ മനസ്സിന്റെ വിഷമൊക്കെ മാറ്റിയോ ഒക്കെ അവരങ്ങ് അതിന് തരണം ചെയ്തു പോകും. പക്ഷെ ആൺകുട്ടികള് അവർ ഈ ബ്രേക്കപ്പ് ഒക്കെ ആയി കഴിയുമ്പോൾ മനസ്സിന് വിഷമം വന്ന് ആൽക്കഹോളിലേക്കും മയക്കുമരുന്നിലേക്കും ഒക്കെ പോകുന്ന അവസ്ഥ കാണാറുണ്ട്. ഈ അവസ്ഥ ലീഡ് ചെയ്ത് അവസാനം മാനസിക ബുദ്ധിമുട്ട് കൂടുകയും അങ്ങനെ ആത്മഹത്യയിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. രണ്ടാമതായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ എക്സ്പോഷർ. ഇവര് കൂടുതലായിട്ട് കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. കൂടുതലും ഓൺലൈൻ കാര്യങ്ങൾ കാണുകയും അത് സത്യമാണെന്ന് ധരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർക്ക് പ്രായത്തിനനുസരിച്ചുള്ള മച്യൂരിറ്റി പലപ്പോഴും ഇവര് കാണിക്കാറില്ലെന്നാണ് ഈ സൂയിസൈഡ് ചെയ്തിട്ട് രക്ഷപ്പെട്ട് വരുന്ന കുട്ടികളില് അവരെ കൗൺസിലിംഗ് ഒക്കെ നടത്തിയ പല ഡോക്ടേഴ്സിന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ഒരു
റിയൽ ആണെന്ന് ചിന്തിക്കുകയും അവരെ ഒന്നിനും കൊള്ളത്തില്ല, ബാക്കിയുള്ളവരൊക്കെ എന്തൊക്കെയോ ജീവിതത്തിൽ നേടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയോ തോന്നി അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടിലേക്ക് പോകാനുള്ള ഒരു കാരണമാണ്. ഇങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ടാണ് കേരളത്തിൽ കൂടുതലായിട്ടും ആത്മഹത്യ നടക്കുന്നത്. പിന്നെ ഉള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇങ്ങനത്തെ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയപ്പോൾ കാണാൻ പറ്റിയത് ഈ ആത്മഹത്യകൾ കൂടുതലും നടക്കുന്നത് ഈ പഠിത്തം വളരെ കുറവുള്ളവരിലാണ്. അവർക്ക് തന്നെ ഒരു ഡെയിലി ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ഇൻകം ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് കൂടുതൽ ആൾക്കാരും. നമ്മള് പലപ്പോഴും പെട്ടെന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരം അല്ല എന്നുള്ളത്. ശരിയാണ്, ആത്മഹത്യ ഒന്നിനുള്ള ഒരു പരിഹാരം അല്ല. പക്ഷെ അത് പറയുന്നവർക്ക് എളുപ്പമാണ് അത് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ മാനസിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് അതൊന്നും പെട്ടെന്ന് ചെവിക്കകത്ത് കയറത്തില്ല. കാരണം അവരുടെ മാനസികാവസ്ഥ വേറൊരു രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ സമൂഹത്തിൽ അല്ലെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സൈക്കോളജിക്കൽ സഹായങ്ങളോ അല്ലെങ്കിൽ ഡോക്ടറിനെ കാണാനുള്ള സഹായങ്ങളോ കൗൺസിലിങ്ങിനുള്ള സഹായങ്ങളോ ഒക്കെ ചെയ്തു കൊടുക്കുന്നത് വഴി അവരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും.